വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി അറിയിച്ചു. താഴെവീണ പേനയുടെ മൂടിയെടുക്കാൻ ഡെസ്കിന് മുകളിലൂടെ ശ്രമിച്ചതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചതും വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുവാനും മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുവാനും ഇടയാക്കിയത്. എന്നാൽ താൻ കാഴ്ചശക്തിയില്ലാത്തവനാണെന്നും കുട്ടി ഡെസ്കിൽ കയറിയിരുന്നതാണ് അടിക്കുവാൻ കാരണമെന്നും പറഞ്ഞ് അധ്യാപകൻ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത്. ഇത് കുട്ടിക്കും കുടുംബത്തിനും മാനസിക പ്രയാസമുണ്ടാക്കുന്നതായി പട്ടികജാതി ക്ഷേമ സമിതി പറഞ്ഞു. നാട്ടിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നവമാധ്യമം കൈകാര്യം ചെയ്യുന്ന പല ആളുകളും അതിന് സത്യാവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ ഈ അധ്യാപകൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് അധ്യാപകൻ സ്വയം സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആളുകളും അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് PKS എന്ന നിലയ്ക്ക് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അതിനകത്ത് എന്തും എഴുതിയിടാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരു പൊതുസമൂഹത്തിനകത്ത് നവമാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോകരുത്. കുട്ടിയുടെ മാനസികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യും എന്നാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത്. അപ്പോൾ അതിനെക്കൂടി ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് PKS കൈകാര്യം ചെയ്തു പോകുന്നത്. ആ രീതിയിൽ തന്നെ കാണണമെന്ന് ഇത്തരത്തിലുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. ആക്രമണത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് PKS വരവൂർ ലോക്കൽ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. സംഭവത്തിന്റെ പശ്ചാത്തലമറിയാതെ കുട്ടിക്ക് മാനസികമായി ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായി ഇടപെടുമെന്ന് PKS വള്ളത്തോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR രതിമോഹൻ, ഏരിയ കമ്മിറ്റി അംഗം PK യശോദാമണി എന്നിവർ വ്യക്തമാക്കി.